നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം കടന്നു വരികയാണ്. നബി തങ്ങളുടെ തോളിൽ ഒരു പുതപ്പുണ്ട്, ഒരു ഒട്ടകക്കട്ടലിൻ്റെ ഡിസൈനുള്ള നല്ല ഒരു കറുത്ത പുതപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ഫാത്തിമ ബീവിയെ കടത്തി. ശേഷം അലിയാർ തങ്ങൾ വന്നു. അലിയാർ തങ്ങളെയും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വന്നു, അവരെയും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ നബി തങ്ങളടക്കം 5 പേര് ആ പുതപ്പിൻ്റെ ഉള്ളിലായി. ഈ 5 സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാഉലായി അഹ്ലു ബൈത്തി ഹക്ക, ഇത് സത്യമായും എൻ്റെ അഹ്ലുൽ ബൈത്താണ്, എൻ്റെ കുടുംബമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച ഒരു ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മനാഖിബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതപ്പിൻ്റെ ഉള്ളിൽപ്പെട്ട ഈ 5 ആളുകളെ പരാമർശിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും പിന്നീട് ആ ഒരു ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന മഹാന്മാരെക്കുറിച്ച് അഹ്ലുൽ കിസാ, പുതപ്പിൻ്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ അഹ്ലുൽ കിസാ എന്ന പേരിൽ പലപ്പോഴും കേൾക്കാറുണ്ട്, പറയാറുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ ഫാത്തിഹകളും മറ്റുമൊക്കെ പാരായണം ചെയ്യാറുണ്ട്. അഹ്ലുൽ കിസാ, പുതപ്പിൻ്റെ ആളുകൾ. ഈ അഹ്ലുൽ കിസായിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സത്യമായും എൻ്റെ അഹ്ലുൽ ബൈത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ 5 അംഗങ്ങൾ മാത്രമാണ്, അഹ്ലുൽ ബൈത്ത് കൊണ്ട് മറ്റൊരു വിവക്ഷ പാടില്ല എന്ന് പ്രത്യേകമായി പറയുന്ന വിഭാഗമാണ് ഷിയാക്കൾ. ഈ ഹദീസ് സത്യമാണ്, മഹാന്മാർ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആ ഹദീസ് പിടിച്ചുകൊണ്ട് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ 5 ആളുകൾ മാത്രമാണ്, മറ്റ് മക്കളോ കുടുംബങ്ങളോ ഒന്നും പെടുകയില്ല, നബി തങ്ങളുടെ ഭാര്യമാർ പെടുകയില്ല എന്ന് പറയുന്ന, അങ്ങനെ വാദിക്കുന്ന വിഭാഗമാണ് ഷിയാക്കൾ. അതുകൊണ്ട് ആ വിഷയം ശരിക്കൊന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാൻ കഴിയും, വൽ ഹദീസു യഖ്തദി അന്നഹും അഹ്ലുൽ ബൈത്തി ലാ അന്നഹു ലൈസ ഗൈറഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പുതപ്പിട്ട് മൂടിയ 5 അംഗങ്ങൾ അഹ്ലുൽ ബൈത്താണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവരൊന്നും അഹ്ലുൽ ബൈത്ത് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവർ അഹ്ലുൽ ബൈത്താണ്. ഇതിനർത്ഥം ഇവർ മാത്രമാണ് അഹ്ലുൽ ബൈത്ത് എന്നാണോ? അല്ല, മറ്റുള്ളവരും ഉണ്ടാകാം. ഇത് അഹ്ലുൽ ബൈത്ത് അല്ല എന്നാരും പറയരുത് എന്നേ അർത്ഥമുള്ളൂ, മറ്റുള്ളവർ അഹ്ലുൽ ബൈത്ത് അല്ല എന്നും അർത്ഥമില്ല. അതുകൊണ്ട് ഷിയാക്കളുടെ വാദം തെറ്റാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് അഹ്ലുൽ ബൈത്തിനെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല അഹ്സാബ് സൂറത്തിൽ പറഞ്ഞ ആയത്ത് പാരായണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ അഹ്ലുൽ ബൈത്തിൻ്റെ ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റുള്ളവരൊന്നും അഹ്ലുൽ ബൈത്തിൽ പെടുകയില്ല എന്ന് ഈ ആയത്ത് വിവക്ഷിച്ചുകൊണ്ടോ ഈ ഹദീസ് മനസ്സിലാക്കിക്കൊണ്ടോ നമ്മളാരും പറയാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു.